തന്നെയാണ് 6 മണിക്ക് ശേഷമാണ് ഇത്തരമൊരു അപകടം നടക്കുന്നത്. ഈ കുട്ടിക്കാനത്ത് നിന്നും പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം സന്ദീപ്. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നതാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെയുള്ളവർ കുറേ പേരോട് അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത്. പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു. 34 പേരടങ്ങുന്ന സംഘമാണ് മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് യാത്ര പുറപ്പെട്ടത്. ആ 34 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്ന KSRTCയുടെ ഉല്ലാസയാത്രയ്ക്ക് പോയ ബസ് ആണ് ഇപ്പോൾ പുല്ലുപാറയ്ക്കടുത്ത് താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. കൊക്കയിലേക്ക് വീണുവെങ്കിലും പക്ഷേ അങ്ങ് താഴ്ചയിലേക്ക് പോയില്ല. അവിടെ പ്രേക്ഷകർക്ക് കാണാവുന്നതുപോലെ മരങ്ങളുണ്ട്. ഒപ്പം ഇടിച്ചു തകർത്തിട്ട ഒരു ഇലക്ട്രിക് പോസ്റ്റ് പ്രേക്ഷകർക്ക് കാണാം. ഇതിൽ 34 പേരിൽ യാത്ര ചെയ്തവരിൽ പലരെയും പുറത്തെത്തിക്കാനായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഴുവൻ പേരെയും പുറത്തെത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ നാട്ടുകാർ നടത്തുന്നു. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും അവിടെ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം ഹൈവേ പോലീസും അങ്ങോട്ടേക്ക് എത്തുകയാണ്. അല്പസമയം മുമ്പാണ് അപകടം നടന്നത്. അപകടത്തിലെ പരിക്കേറ്റവരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കുട്ടികളടക്കം ഈ വാഹനത്തിലുണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് ഇന്ന് രാവിലെ 3 മണിക്ക് പുറപ്പെട്ട ബസ്സാണ്. മാവേലിക്കരയിൽ നിന്ന് 3 മണിക്ക് എടുത്തു. ഏകദേശം 6 മണിയോടുകൂടി ഇടുക്കിയിൽ പുല്ലുപാറയ്ക്ക് സമീപത്ത് വെച്ച് താഴ്ചയിലേക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് മറിഞ്ഞു എന്നാണ് യാത്രക്കാർ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. സന്ദീപ്, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? 34 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എന്ന് ഇപ്പോൾ യാത്രക്കാരിൽ ഒരാൾ പറയുന്നു. ആ 34 പേരിൽ ഒരാൾ നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. അവർക്ക് പക്ഷേ വലിയ പരിക്കുകളില്ല. മറ്റു ചിലരുണ്ട് വാഹനത്തിൽ, അവരെ രക്ഷിക്കണം എന്ന് യാത്രക്കാർ പറയുന്നതും നമ്മൾ മനസ്സിലാക്കുന്നു. രാവിലെ 3 മണിക്ക് മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ് ഇപ്പോൾ ഇടുക്കി പുല്ലുപാറയിൽ എത്തിയത്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായ നിഗമനം, അല്ലേ സന്ദീപ്? ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. പെരുവന്താനം പഞ്ചായത്തിന്റെ ഭാഗമായ പ്രദേശത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. പുലർച്ചയോടുകൂടി തന്നെ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ 34 പേരെയും പുറത്തെത്തിച്ച് പീരുമേട്ടിലും ഒപ്പം തന്നെ മുണ്ടക്കയത്തേക്കുമായിട്ട് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല. ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്കേറ്റവരെ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായിരുന്നാലും ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു വിവരം നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. ഈ പുലർച്ചയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. പ്രാഥമികമായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണം ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാവണം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം മാത്രമാണ്. എന്തായിരുന്നാലും വലിയ ഒരു അപകടത്തിലേക്ക് പോകേണ്ടതാണ്. ആ അപകടത്തിന്റെ വ്യാപ്തി വളരെ ചെറുതായി ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായ കാര്യം. കാരണം ഇതിന് 2 വശത്തേക്ക് മാറിയിരുന്നെങ്കിൽ അഗാധമായ കൊക്കയാണ്, വലിയ ഒരു അപകടത്തിലേക്ക് അത് നയിക്കുമായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ഒരു അപകടം അവിടെ ഉണ്ടാവുകയും ഇപ്പോൾ ഈ മുഴുവൻ ആളുകളെയും അവിടുന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് ആശുപത്രി വിവരങ്ങൾ നമുക്ക് അല്പം കൂടി കഴിഞ്ഞാൽ മാത്രമേ ലഭ്യമാകുള്ളൂ. യാത്രക്കാരിൽ കുട്ടികളടക്കം ഉണ്ടായിരുന്നു എന്നത് കാണാം. നാട്ടുകാരാണ് സംഭവ സ്ഥലത്ത് പുല്ലുപാറയിലേക്ക് എത്തുകയും അവിടെ പെരുവന്താനത്തെ നാട്ടുകാരെത്തി ഇപ്പോൾ ആ യാത്രക്കാരെ മുഴുവൻ ബസ്സിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർ പറഞ്ഞത് നമ്മൾ കേട്ടു. 34 പേരടങ്ങുന്ന സംഘം ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് യാത്ര പുറപ്പെട്ടത്. KSRTC ബസ്സിലെ ഉല്ലാസയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് പുല്ലുപാറയ്ക്കടുത്ത് ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. വലിയ കൊക്കയായിരുന്നു, പക്ഷേ അവിടെ ബസ് തങ്ങി നിന്നത് കാരണം വലിയ അപകടം ഒഴിവായി എന്നാണ് സന്ദീപ് രാജാക്കാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ പോസ്റ്റിൽ ഇടിച്ചതിന് ശേഷം മറിയുകയായിരുന്നു. പ്രേക്ഷകർക്ക് കാണാം, വലിയ താഴ്ചയാണ്. താഴോട്ട് ബസ് പോകാഞ്ഞതുകൊണ്ട് അപകടത്തിൽ വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുഞ്ഞുങ്ങളടക്കം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഉല്ലാസയാത്രയ്ക്ക് പോയ സംഘമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വിവിധ ആശുപത്രികളിൽ യാത്രക്കാരെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ തക്ക സമയത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായിരിക്കുന്നു. ബസ് ഇപ്പോഴും അവിടെ ആ ഇലക്ട്രിക് പോസ്റ്റിലും ഒപ്പം മരങ്ങളിലുമൊക്കെയായിട്ട് തങ്ങി നിൽക്കുകയാണ്. ഇന്ന് രാവിലെ 3 മണിക്കാണ് മാവേലിക്കരയിൽ നിന്ന് 34 പേരടങ്ങുന്ന സംഘം തഞ്ചാവൂരിലേക്ക് യാത്ര പുറപ്പെട്ടത്. ആ യാത്രയാണ് ഇപ്പോൾ പുല്ലുപാറയിൽ എത്തി ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എങ്കിലും ആശ്വാസകരമായൊരു വാർത്ത, മറ്റത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓരോ അപകട വാർത്തയും എത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണ്.